60 വയസ്സിന് മുകളിലുള്ള മിക്കവരോടും പറയുന്നത് ഒരേ കാര്യമാണ്: നടക്കുക. അത് യുക്തിസഹമായി തോന്നുന്നു, സുരക്ഷിതമാണെന്നും തോന്നുന്നു. പതിറ്റാണ്ടുകളായി ഡോക്ടർമാരും പരിശീലകരും ആരോഗ്യ ലേഖനങ്ങളും ഇത് ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്. എന്നാൽ മിക്ക ആളുകളോടും ഒരിക്കലും പറയാത്ത ഒരു കാര്യമുണ്ട്: നടക്കുന്നത് 60 വയസ്സിനു ശേഷം നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കുന്നില്ല. അതൊരു അഭിപ്രായമല്ല. ഓർത്തോപീഡിക് ക്ലിനിക്കുകളിൽ എല്ലാ ദിവസവും ആവർത്തിക്കുന്ന ഒരു ക്ലിനിക്കൽ നിരീക്ഷണമാണ് ഇത്. 2019 മക്മാസ്റ്റർ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ പതിവായി നടക്കുന്ന 65 വയസ്സിന് മുകളിലുള്ള മുതിർന്നവരെ പിന്തുടർന്നു. അവർ കണ്ടെത്തിയത് അപ്രതീക്ഷിതമായിരുന്നു. സ്ഥിരമായി നടന്നിട്ടും 30% പേർക്ക് 3 വർഷത്തിനുള്ളിൽ കാലിൻ്റെ ശക്തി നഷ്ടപ്പെട്ടു, ബാലൻസും കുറഞ്ഞുപോയി. അതിനാൽ ഉപദേശം തെറ്റില്ല. നടത്തം അപൂർണമാണ്. നടത്തം നിങ്ങളെ ചലിപ്പിക്കുന്നു, പക്ഷേ അത് നിങ്ങളുടെ പേശികളെ ശക്തമായി നിലനിർത്താൻ പറയുന്നില്ല. 60 വയസ്സിന് ശേഷം ശക്തി കോസ്മെറ്റിക് അല്ല, അത് ബയോളജിക്കൽ അതിജീവനമാണ്. ഇതിനെല്ലാം കാരണമായ നിശബ്ദ പ്രശ്നത്തിന് ഒരു പേരുണ്ട്: സാർക്കോപീനിയ. 40 വയസ്സിൽ തന്നെ ആരംഭിക്കുന്ന മസിൽ ടിഷ്യൂവിൻ്റെ ക്രമാനുഗതമായ നഷ്ടമാണ് ഇത്. 60 വയസ്സിന് ശേഷം ഇത് ത്വരിതപ്പെടുത്തുന്നു. മിക്ക മുതിർന്നവരുടെയും പേശികളുടെ അളവ് പ്രതിവർഷം 1 മുതൽ 2% വരെ കുറയുന്നു. ശക്തി കൂടുതൽ വേഗത്തിൽ കുറയുകയും ചെയ്യുന്നു. വീഴ്ചകൾ സംഭവിക്കുന്നത് ഈ കാരണത്താലാണ്. ആളുകൾ നടത്തം നിർത്തുന്നത് കൊണ്ടല്ല, മറിച്ച് ശരീരത്തിന് ഇനി മൂവ്മെൻറ്റ് നിയന്ത്രിക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. നടത്തം ഒരു നിഷ്ക്രിയ പ്രവർത്തനമാണ്. ഇത് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നു, പക്ഷേ വീഴുന്നതിൽ നിന്ന് നിങ്ങളെ തടയുന്ന, കസേരയിൽ നിന്ന് എഴുന്നേൽക്കാൻ സഹായിക്കുന്ന, അല്ലെങ്കിൽ പടികളിൽ നിങ്ങളെ സ്ഥിരപ്പെടുത്തുന്ന പേശികളെ ഇത് വെല്ലുവിളിക്കുന്നില്ല. എന്നാൽ ഒരു സന്തോഷ വാർത്തയുണ്ട്: ഈ ഇടിവ് കൈകാര്യം ചെയ്യാവുന്നതാണ്. ഓർത്തോപീഡിക് സർജന്മാർ ആശ്രയിക്കുന്ന 5 ചുമരിൽ അധിഷ്ഠിതമായ വ്യായാമങ്ങളുണ്ട്, അഥവാ 5 വാൾ ബേസ്ഡ് എക്സസൈസസ്. ലളിതവും നിയന്ത്രിതവും അപകട സാധ്യത കുറഞ്ഞതുമാണ്. അവയിലൊന്ന് പ്രത്യേകിച്ച് എല്ലാം മാറ്റിമറിക്കുന്നു. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ എല്ലാ പഠനത്തിൻ്റെ ലിങ്കുകളും നിങ്ങൾ കണ്ടെത്തുന്നതാണ്. ഞങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ പ്രായവും നിങ്ങൾ എവിടെ നിന്നാണ് കാണുന്നതെന്നും കമൻറ്റ് ബോക്സിൽ ഞങ്ങളെ അറിയിക്കുമല്ലോ. ഓരോ കമൻറ്റും ഞങ്ങൾ വായിക്കുകയും മറുപടി നൽകുകയും ചെയ്യുന്നു. ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ഇനി കൂടുതൽ ചർച്ചകളൊന്നുമില്ലാതെ നമുക്ക് 5ാമത്തെ നമ്പറിൽ നിന്ന് ആരംഭിക്കാം. ഇത് നിങ്ങളെ അത്ഭുതപ്പെടുത്തും. എക്സസൈസ് നമ്പർ 5, വാൾ ആംഗിൾ പ്രസ്. ഈ വ്യായാമം പലപ്പോഴും അവഗണിക്കപ്പെടുന്നു, കാരണം ഇത് നിസ്സാരമാണെന്ന് തോന്നുന്നു. ആംഗിൾസ് ഉളുക്കുന്നതുവരെ അവ പ്രശ്നമല്ലെന്ന് മിക്ക ആളുകളും കരുതുന്നു. വാസ്തവത്തിൽ ആംഗിൾ ബാലൻസ് കറക്ഷനിൻ്റെ ആദ്യത്തെ ലൈനാണ്. ഇവിടെ പ്രാഥമിക മസിൽസ് ഗ്യാസ്ട്രോക്നെമിയസ്, സോലിയസ്, ആംഗിൾ ജോയിൻറ്റിന് ചുറ്റുമുള്ള ചെറിയ സ്റ്റെബിലൈസറുകൾ എന്നിവയാണ്. നമ്മൾ നിൽക്കുന്ന നിലം അസമമാകുമ്പോൾ നമ്മൾ സ്വയം എങ്ങനെ പിടിച്ചു നിർത്തുന്നു എന്ന് ഈ പേശികളെ നിയന്ത്രിക്കുന്നു. ഒരു ഇടർച്ച ഒരു വീഴ്ചയായി മാറുമ്പോൾ അതിനെ തടയുന്നത് ഈ മസിൽസാണ്. പ്രായത്തിനനുസരിച്ച് അവ ദുർബലമാകുമ്പോൾ തലച്ചോറ് സാവധാനത്തിൽ പ്രതികരിക്കുകയും ശരീരം ഓവർ കറക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. 2020 സിഡ്നി സർവകലാശാലയിൽ നിന്നുള്ള ഒരു പഠനം കാണിക്കുന്നത് 65 വയസ്സിന് മുകളിലുള്ളവരിൽ ആംഗിൾസിൻ്റെ ശക്തി മെച്ചപ്പെടുത്തുന്നത് വീഴ്ചയുടെ സാധ്യത 28% വരെ കുറയ്ക്കും എന്നാണ്. നടത്തം ഈ പേശികളെ ഫലപ്രദമായി ശക്തിപ്പെടുത്തുന്നില്ല. ഒരു ഭിത്തിക്ക് അഭിമുഖമായി നിങ്ങൾ നിൽക്കുക. കൈകൾ സപ്പോർട്ടിനായി അതിൽ ലഘുവായി സ്പർശിക്കുക. കാലുകൾ ഇടുപ്പിൻ്റെ വീതിയിൽ അകറ്റി നിർത്തുക. നിങ്ങളുടെ പാദങ്ങളുടെ ബോൾസിൽ ഉയരുമ്പോൾ പതുക്കെ നിങ്ങളുടെ ഹീൽസ് തറയിൽ തന്നെ അമർത്തുക. 3 സെക്കൻഡ് മുകളിലേക്ക് ഉയർത്തുക. കുറച്ച് സെക്കൻഡ് അങ്ങനെ തന്നെ പിടിക്കുക. തുടർന്ന് 3 സെക്കൻഡ് കൊണ്ട് താഴേക്ക് തിരിച്ചു വരിക. ഓരോ ദിവസവും 10 റെപ്പറ്റീഷൻസ് വീതം 2 സെറ്റുകൾ ചെയ്യൂ. ഇത് എളുപ്പമാകുമ്പോൾ ഇത് കൂടുതൽ മന്ദഗതിയിലാക്കണം. നിയന്ത്രണമാണ് പുരോഗതി. ബാലൻസ് റിഫ്ലക്സുകൾ പുനഃസ്ഥാപിക്കുന്നതിനാൽ ശസ്ത്രക്രിയാ വിദഗ്ധർ ഇത് ശുപാർശ ചെയ്യുന്ന എക്സസൈസാണ്. അൺഈവൻ ആയ നിലത്ത് ആളുകൾ ആത്മവിശ്വാസം വീണ്ടെടുക്കുന്നതും ഇങ്ങനെയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇതിനകം തന്നെ അർത്ഥവത്താണെങ്കിൽ കൂടുതൽ മുതിർന്നവർക്ക് ഇത് കണ്ടെത്താനും സബ്സ്ക്രൈബ് ചെയ്യാനും കഴിയുന്ന തരത്തിൽ ലൈക്ക് ബട്ടൺ ടാപ്പ് ചെയ്യുക. ഇതുപോലുള്ള വ്യക്തവും സുരക്ഷിതവുമായ മാർഗനിർദ്ദേശം ഞങ്ങൾ എല്ലാ ദിവസവും പങ്കിടുന്നു. എക്സസൈസ് നമ്പർ 4, വാൾ ഹിപ്പ് ഹോൾഡ്. ഇത് അധികം മൂവ് ചെയ്യാത്തതിനാൽ ഈ വ്യായാമത്തെ കുറച്ച് കാണുന്നുണ്ട്. പ്രധാന പേശികൾ ഗ്ലൂട്ടിയസ് മീഡിയസും ഡീപ്പ് ഹിപ്പ് സ്റ്റെബിലൈസറുകളുമാണ്. നിങ്ങൾ നടക്കുമ്പോഴോ ഒരു കാലിൽ നിൽക്കുമ്പോഴോ ഈ പേശികൾ പെൽവിസിനെ സമനിലയിൽ നിലനിർത്തുന്നു. അവ ദുർബലമാകുമ്പോൾ നിങ്ങളുടെ ശരീരം ആടുന്നു. നിങ്ങളുടെ കാൽമുട്ടുകൾ സ്ട്രെസ് അബ്സോർബ് ചെയ്യുന്നു. നിങ്ങളുടെ പുറം അതിന് നഷ്ടപരിഹാരവും നൽകുന്നു. കരോലിൻസ്ക ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള 2018 ഒരു പഠനം കണ്ടെത്തിയത് ലക്ഷ്യം വെച്ചുള്ള ഹിപ്പ് സ്റ്റെബിലിറ്റി പരിശീലനം പ്രായമായവരിൽ ബാലൻസ് സ്കോറുകൾ 35% മെച്ചപ്പെടുത്തിയെന്നാണ്. നടത്തം ഇടുപ്പുകളെ ചലിപ്പിക്കുന്നു, പക്ഷേ അത് അവയെ വശങ്ങളിലേക്കൊന്നും ലോഡ് ചെയ്യുന്നില്ല.
ചുമരിനോട് നിങ്ങൾ ചേർന്ന് നിൽക്കുക. ഒരു കൈ താങ്ങിനായി ചെറുതായി സ്പർശിക്കുക. പുറംകാൽ കുറച്ച് ഇഞ്ച് മാത്രം ഉയർത്തുക. 20 സെക്കൻഡ് നേരം ഇത് പിടിച്ചു വയ്ക്കുക. സാധാരണ രീതിയിൽ ശ്വസിക്കുക. നിങ്ങൾ സൈഡ്സ് സ്വിച്ച് ചെയ്യാവുന്നതാണ്. എല്ലാ ദിവസവും ഓരോ സൈഡിലും 2 തവണ റിപ്പീറ്റ് ചെയ്ത് നോക്കൂ. ഏറ്റവും അപകടകരമായ തരത്തിലുള്ള ലാറ്ററൽ ഫോൾസിനെ തടയുന്നതിനാൽ ഓർത്തോപീഡിക് സർജന്മാർ ഇതിനെ വിലമതിക്കുന്നു. എക്സസൈസ് നമ്പർ 3, ബോൾ മാർച്ച്. ഇത് തലച്ചോറിനെയും കാലുകളെയും വീണ്ടും ബന്ധിപ്പിക്കുന്നു. പ്രാഥമിക പേശികൾ ഹിപ്പ് ഫ്ലെക്സറുകൾ, കോർ സ്റ്റെബിലൈസറുകൾ, ക്വാഡ്രിസെപ്സ് എന്നിവയാണ്. ഈ പേശികൾ നിങ്ങളുടെ കാൽ വലിച്ചിടാതെ ഉയർത്താൻ നിങ്ങളെ അനുവദിക്കുന്നു. പ്രായത്തിനനുസരിച്ച് ശക്തി നഷ്ടപ്പെടുന്നതിന് മുമ്പ് ടൈമിംഗ് നഷ്ടപ്പെടാൻ തുടങ്ങും. ലണ്ടനിലെ കിങ്സ് കോളേജിൽ നിന്നുള്ള 2021 ഒരു പഠനം കാണിക്കുന്നത് മന്ദഗതിയിലുള്ളതും പ്രതിരോധശേഷിയുള്ളതുമായ മാർച്ചിങ് നടത്തത്തിൻ്റെ സുരക്ഷ 40% കൂടുതൽ മെച്ചപ്പെടുത്തിയെന്നാണ്. നടത്തം അതേ പാറ്റേൺ ആവർത്തിക്കുന്നു. ഇത് നിയന്ത്രണം വീണ്ടും പരിശീലിപ്പിക്കുകയാണ്. ഭിത്തിയിലേക്ക് നിങ്ങൾ അഭിമുഖീകരിച്ച് നിൽക്കുക. കൈകൾ സൗമ്യമായി വയ്ക്കുക. ഒരു കാൽമുട്ട് പതുക്കെ ഇടുപ്പിൻ്റെ ഉയരത്തിലേക്ക് നിങ്ങൾ ഉയർത്തുക. 2 സെക്കൻഡ് മുകളിലേക്കും 2 സെക്കൻഡ് താഴേക്കും. വശങ്ങൾ മാറി മാറി ചെയ്യൂ. ഒരു കാലിന് 10 എണ്ണം, 2 സെറ്റുകൾ വീതം. സ്റ്റെയർ കേസ് കയറുമ്പോഴുള്ള സുരക്ഷയ്ക്ക് ശസ്ത്രക്രിയാ വിദഗ്ധർ ഇത് ശുപാർശ ചെയ്യുന്നു. എക്സസൈസ് നമ്പർ 2, വാൾ സിറ്റ്, പാർഷ്യൽ ഡെപ്ത്. ഈ വ്യായാമം ലളിതമായി തോന്നാം, എന്നാൽ അങ്ങനെയല്ല. ക്വാഡ്രിസെപ്സ്, ഗ്ലൂട്ടിയസ് മാക്സിമസ്, സ്പൈനൽ സ്റ്റെബിലൈസറുകൾ എന്നിവയാണ് പ്രധാന പേശികൾ. ഈ പേശികൾ നമ്മൾ എഴുന്നേൽക്കുന്നത് നിയന്ത്രിക്കുന്നതാണ്. അവ ദുർബലമാകുമ്പോൾ കസേരകളൊക്കെ എല്ലാ വർഷവും താഴ്ന്നതായി നമുക്ക് അനുഭവപ്പെടും. 2017 കൊളറാഡോ സർവകലാശാലയിലെ ഗവേഷകർ 70 വയസ്സിന് മുകളിലുള്ള മുതിർന്നവരിൽ വാൾസിറ്റുകൾ, കസേര ഉയർത്താനുള്ള കഴിവ് ഏകദേശം 50% മെച്ചപ്പെടുത്തിയതായി കാണിച്ചിട്ടുണ്ട്. നടത്തം ഈ പേശികളെ വേണ്ടത്ര ലോഡ് ചെയ്യുന്നില്ല. നിങ്ങളുടെ പുറം ചുമരിനോട് ചേർത്ത് നിൽക്കുക. കാലുകൾ അല്പം മുന്നോട്ട് വയ്ക്കൂ. പകുതി ദൂരം മാത്രം താഴേക്ക് സ്ലൈഡ് ചെയ്യണം. ബുദ്ധിമുട്ടില്ല. 20 മുതൽ 30 സെക്കൻഡ് വരെ പിടിച്ചു നിൽക്കൂ. പിന്നെ റെസ്റ്റ് ചെയ്യുക. 2 തവണ ആവർത്തിക്കുക. ആഴം കൂട്ടിയല്ല, സമയം കൂട്ടി പുരോഗതി കൈവരിക്കണം. ഓർത്തോപീഡിക് റീഹാബിലിറ്റേഷനിൽ ഏറ്റവും നിർദ്ദേശിക്കപ്പെടുന്ന വ്യായാമങ്ങളിൽ ഒന്നാണ് ഇത്. എക്സസൈസ് നമ്പർ 1, വാൾ അസിസ്റ്റഡ് സിറ്റ് ടു സ്റ്റാൻഡ്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട വ്യായാമമാണ്. നിങ്ങളെ സ്വതന്ത്രമായി നിലനിർത്തുന്ന എല്ലാ സിസ്റ്റങ്ങളെയും ഇത് പരിശീലിപ്പിക്കുന്നു. ക്വാഡ്രിസെപ്സ്, ഗ്ലൂട്ടുകൾ, കോർ ബാലൻസ്, ഏകോപനം. ടോക്കിയോ സർവകലാശാലയിൽ നിന്നുള്ള 2022 ഒരു പഠനം കാണിക്കുന്നത് സിറ്റ് ടു സ്റ്റാൻഡ് പരിശീലനം വീഴ്ചയുടെ സാധ്യത 60%-ലധികം കുറച്ചതായി കാണിക്കുന്നു. നടത്തം ഇതിന് പകരമാവുന്നില്ല. സുരക്ഷയ്ക്കായി ഒരു കസേരയുടെ മുന്നിൽ ഭിത്തി പുറകിൽ വരുന്ന രീതിയിൽ നിങ്ങൾ നിൽക്കണം. പതുക്കെ 3 സെക്കൻഡ് താഴേക്ക് ഇരിക്കുക. അല്പനേരം പിടിച്ചു വയ്ക്കുക. നിങ്ങളുടെ കാലുകൾ ഉപയോഗിച്ച് എഴുന്നേൽക്കുക. 8 റെപ്പറ്റീഷൻസ്, 2 സെറ്റുകൾ. ആഴ്ചയിൽ 3 തവണ ഇത് ചെയ്യുക. ജീവിതത്തെ പ്രതിഫലിപ്പിക്കുന്നതിനാൽ ശസ്ത്രക്രിയാ വിദഗ്ധർ ഇത് ശുപാർശ ചെയ്യുന്നു. സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടുന്നത് ഇങ്ങനെയാണ്. നമുക്ക് വ്യക്തമായി പറയാം, സന്തുലിതാവസ്ഥ ഭാഗ്യമല്ല, ചലനാത്മകത ജനിതക ശാസ്ത്രമല്ല, സ്വാതന്ത്ര്യം പരിശീലിപ്പിക്കപ്പെടുന്നതാണ്. നടത്തത്തിന് കഴിയാത്തതിനെ ഈ 5 വാൾ എക്സസൈസസ് അഭിസംബോധന ചെയ്യുന്നു. ലക്ഷ്യബോധമുള്ള പ്രതിരോധം, നിയന്ത്രിത ചലനം, യഥാർത്ഥ ശക്തി. 15 മിനിറ്റ്, ആഴ്ചയിൽ കുറച്ചു ദിവസങ്ങൾ. ജിമ്മിൻ്റെ ആവശ്യമില്ല, ഉപകരണങ്ങളില്ല. സാവധാനം പുരോഗമിക്കുക. തീവ്രതയേക്കാൾ സ്ഥിരതയാണ് പ്രധാനം. ജീവിതത്തിൻ്റെ ഈ ഘട്ടത്തിൽ വർഷങ്ങൾ ചേർക്കുന്നതിനെക്കുറിച്ചല്ല, നിങ്ങളുടെ ഓരോ വർഷത്തിലേക്കും മൂവ്മെൻറ്റ് ചേർക്കുന്നതിനെക്കുറിച്ചാണ്. ഇതാരംഭിക്കാൻ നിങ്ങൾക്കൊരു വ്യായാമം മാത്രം തിരഞ്ഞെടുക്കേണ്ടി വന്നാൽ അത് ഏതായിരിക്കും? ഞങ്ങളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുമല്ലോ. ഇത്തരത്തിലുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് സഹായകരമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക. നിങ്ങളുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നതിനുള്ള പ്രായോഗികവും സർജൻ അംഗീകരിച്ചതുമായ വഴികൾ ഞങ്ങൾ തുടർന്നും പങ്കിടുന്നതാണ്.